അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ ഇവിടെ വരമഹാലക്ഷ്മി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയാണെന്നല്ലേ നോക്കണത്. ഇത് വെറ്റില, അടയ്ക്ക, പിന്നെ പഴം, അതുപോലെ വള, പിന്നെ പൂവുണ്ട്, അതുപോലെ കുങ്കുമമുണ്ട്, മഞ്ഞളുണ്ട്. ഇത് ഇവിടുത്തെ മഹാലക്ഷ്മിയുടെ പൂജയാണ് കേട്ടോ. വരമഹാലക്ഷ്മി എന്നാണ് ഈ വ്രതത്തിൻ്റെ പേര്. അപ്പോൾ സ്ത്രീകൾ ചെയ്യുന്നതാണ് ഈ പൂജ. വ്രതമൊക്കെ എടുത്തിട്ട് ഈ ബാംഗ്ലൂർ കന്നഡക്കാർ ചെയ്യുന്ന ഒരു പൂജയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസമൊന്നും നമുക്ക് സ്ട്രീറ്റിലോട്ടൊന്നും പോകാനേ പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും. നമ്മുടെ നാട്ടിൽ വിഷുവൊക്കെ ആഘോഷിക്കുക, അതുപോലെ ഇവരെല്ലാ സാധനങ്ങളും മഹാലക്ഷ്മിക്ക് വെക്കും. അതായത് മഹാലക്ഷ്മീനെ വീട്ടിൽ കുടിയിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി ദേവിയെ ഒരുക്കും ചെയ്യും. അതുപോലെ ഈ വാഴയുടേതും പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ നമുക്ക് ഒരുക്കാൻ പറ്റുമോ, ഗോൾഡ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഒരുക്കാം. ദേവിക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയ സാരി, പുതിയ ബ്ലൗസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ദേവിയുടെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവർ കുറേ ഫ്രൂട്ട്സൊക്കെ വെക്കും. അപ്പോൾ അത് സ്ട്രീറ്റിലെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊന്നും നടക്കാനും വണ്ടി കൊണ്ടൊന്നും പോകാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. തലേദിവസമൊക്കെ ഉണ്ടാവുക. പിന്നെ സാധനങ്ങൾക്ക് നല്ല വിലയും ഉണ്ടാവും. പൂവ് അങ്ങനെ എല്ലാം വെച്ച് നല്ല ഐശ്വര്യമായിട്ട് അലങ്കാരമൊക്കെ ചെയ്യും കേട്ടോ ഇവർ. കലശമൊക്കെ വെച്ച് അങ്ങനെ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമുക്കിനി ദേവീനെ ഒരുക്കിയതൊക്കെ കാണിച്ചു തരാം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇവരിപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ അവർ വിളിക്കും. നമ്മൾ അവിടെ പോയിട്ട് പൂജ ചെയ്യും. അവരുടെ കുങ്കുമവും മഞ്ഞളും തരും. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ പൂജ ചെയ്യണ പോലെയാണ്. അവിടെ പോയിട്ട് നമ്മളെ ഓരോ വീട്ടിലോട്ട് വിളിക്കും. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിനി അടുത്തുള്ള വീട്ടുകാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും അവിടെ പോയി. അപ്പോൾ ഇത് ഒരു വീട്ടിൽ പോയിട്ടുള്ളപ്പോൾ അവിടുത്തെ പൂജയാണ് കേട്ടോ. ഇവരിങ്ങനെ ദേവിയുടെ വിഗ്രഹമാക്കി ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെ കലശം വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിലും വെച്ചാൽ മതി. ഇത് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്, 5 തരം, അങ്ങനെ ഒറ്റ സംഖ്യയായിട്ടാണ് ഫ്രൂട്ട്സൊക്കെ വെക്കേണ്ടത്. പിന്നെ നമുക്ക് എന്തെങ്കിലും നിവേദ്യം പോലെ ഉണ്ടാക്കിയൊക്കെ വെക്കാം, തേങ്ങ അങ്ങനെ വിഗ്രഹങ്ങളും അങ്ങനെയൊക്കെ വെച്ചത്. മഞ്ഞളും ഈ പൂവൊക്കെയാണ് ഇവിടെ മെയിനായിട്ട്. അപ്പോൾ ആ പൂവൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിക്കുക. ഇതാണ് മഞ്ഞളും കുങ്കുമം, അതാണ് നമുക്ക് അവർ തരുന്നത്. പിന്നെ ആ ഒരു പൂവും തരും. അതിന് ശേഷം ഇവർ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെറ്റില, അടയ്ക്ക, അതുപോലെ ഈ വള, കല്യാണം കഴിഞ്ഞവർക്ക് ഇങ്ങനെ പച്ച കളറിലുള്ള വളയാണ് ഇവിടെ മെയിനായിട്ട്. അപ്പോൾ അത് പിന്നെ കോയിൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കോയിൻ വെക്കും. അങ്ങനെയൊക്കെയാണ് നമുക്ക് തരുന്നത് കേട്ടോ. ഇത് നമുക്കായിട്ട് തരുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചിലവരിങ്ങനെ ബ്ലൗസ് പീസ് തരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും ചിലപ്പോൾ തന്നുവിടും അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് വേറൊരു വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ കുങ്കുമവും മഞ്ഞളും അവർ തരുന്നതാണ്. എന്നിട്ട് പൂജയൊക്കെ ചെയ്ത് അതിന് ശേഷം ഇങ്ങനെ ഓരോ തട്ടിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവർ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരുന്നവർക്ക് കൊടുക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓരോന്നും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മളവിടെ ഇരിക്കും, താഴെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ ഇതിന് നല്ല വ്രതമൊക്കെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ഒരു ബ്ലൗസ് പീസ് തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വള, അതുപോലെ ഈ ചെറുപഴമാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അങ്ങനെ പോയി. അവർക്കത് അവരുടെ വീട്ടിൽ അങ്ങനെ വന്നത് കാണണം. മഹാലക്ഷ്മി ആയതുകൊണ്ട് തന്നെ നമ്മളത് പോയി പൂജയൊക്കെ ചെയ്തു കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇവരിവിടെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ഗ്രാൻഡായിട്ട്. അപ്പോൾ അതാ പുതിയ സാരി, ബ്ലൗസ് അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ ഇവരിവിടെ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി എത്ര നമുക്ക് ഭംഗിയാക്കാൻ പറ്റുന്നോ അത്ര ഭംഗിയിൽ നമുക്ക് അലങ്കരിക്കാം ദേവീനെ. എല്ലാ സാധനങ്ങളും വയ്ക്കാം. ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും എല്ലാം വീട്ടിലാക്കി ചെയ്യുന്നതാണ്. പിന്നെ പൈനാപ്പിൾ അങ്ങനെ നമുക്ക് ഭംഗിയിൽ ചെയ്യാൻ പറ്റും, അത്രയും ഭംഗിയിൽ ചെയ്യാം. ഇത് അങ്ങനെ ദേവിയുടെ ആ വിഗ്രഹം പോലെ തലഭാഗം നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. ഇവിടുത്തെ കടകളിലൊക്കെ ഇത് തന്നെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ കൊടുക്കാനായിട്ട് വളകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡും ഗ്രീനാണ് ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇതാ വാഴയുടെ തണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ എത്രയാ സ്ട്രീറ്റിൽ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിലയുമാണ്. ഇപ്പോൾ ഇതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ. ഒരു ബ്ലൗസ് പീസ്, വള, പിന്നെ പഴം, വെറ്റില, അടക്ക, 1 രൂപയുടെ കോയിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ച് കാണിച്ചതാണ് കേട്ടോ. ഇവരിത് വ്രതമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പൂജ സ്ത്രീകളാണ് ചെയ്യുന്നത്, അലങ്കരിക്കുന്നതും എല്ലാം സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഈ ദേവീനെയൊക്കെ ഒരുക്കി ഇങ്ങനെ ചെയ്യണമെന്നാണ് അത് പറഞ്ഞ് ഒരു 3 മണി തൊട്ട് 8 മണി വരെ അങ്ങനെയൊക്കെ. അപ്പോൾ അവിടുത്തെ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു 3 മണി മുതൽ ചെയ്തുകൊണ്ടിരിക്കുവാണ്, രാത്രി ഉറങ്ങിയിട്ടില്ല, അങ്ങനെ ഇത്രയൊക്കെ അലങ്കരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കുന്നു. അപ്പോൾ കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നല്ല ഭംഗിയിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഗോൾഡ് ഇടാം, അതുപോലെ നമ്മൾ ഇപ്പോൾ കൈനീട്ടത്തിൽ നമ്മൾ വിഷുവിനൊക്കെ വെക്കില്ലേ പൈസ, അപ്പോൾ കോയിൻസ്, അതല്ലെങ്കിൽ നോട്ടുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവർ
അതുപോലെ നിവേദ്യം പോലെ ഇവർ ചെയ്യും കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കും, ഉണ്ടാക്കി അവിടെ വെക്കും. പായസം പോലെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതുണ്ട്. പിന്നെ ഉബ്ബട്ട് ഉണ്ടാക്കും. അങ്ങനെ ഇവരുടെ കുറേ ഡിഷസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കും. പിന്നെ മുറുക്ക് അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റംസും ഇവരുണ്ടാക്കും. കടയിൽ നിന്നൊന്നും വാങ്ങാതെ ഇവർ തന്നെ വീട്ടിൽ ചെയ്തിട്ട് ഇങ്ങനെ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കും കേട്ടോ. അപ്പോൾ ചിലവർ അന്ന് തന്നെ ചിലപ്പോൾ എടുക്കും. ദേവീനെ കുടിയിരുത്തിയിരിക്കുകയാണല്ലോ, അപ്പോൾ അന്ന് രാവിലെ തന്നെ വെച്ചിട്ട് ചിലപ്പോൾ രാത്രി തന്നെ മാറ്റും. അതല്ല എങ്കിൽ ചിലവർ അടുത്ത ദിവസം എടുക്കും. അതല്ല എങ്കിൽ ചിലവർ 3 ദിവസമൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്നൊക്കെ കിട്ടിയ സാധനങ്ങൾ ഞാനിങ്ങനെ കാണിച്ചെന്താണ്. വളയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മഞ്ഞൾ, കുങ്കുമം, അതുപോലെ വെറ്റില, അടക്ക, പഴം, അങ്ങനെയാണ് മെയിനായിട്ട്. പിന്നെ ചിലർ ബ്ലൗസ് പീസ് അതും തരും. സിമ്പിളായിട്ടും ചെയ്യാം കേട്ടോ. ഈ കലശം മാത്രമാക്കിയിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. അതിങ്ങനെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ദേവിയുടെ രൂപം ആക്കുന്നത് ഇങ്ങനെ കേട്ടോ, സാരി വെച്ചിട്ട് അവർ ഉണ്ടാക്കുക ചെയ്യുന്നത്. ആ തലഭാഗം മാത്രം ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെയ്തതാണ് കേട്ടോ. ചേട്ടൻ്റെ കമ്പനി വർക്ക് ചെയ്യുന്ന അവരുടെ വീട്ടിൽ. അപ്പോൾ അവർ ഇവർക്ക് ചേട്ടനെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം അവർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഇത് അവരുടെ ഒരു ഉബ്ബട്ടാണിത്. അപ്പോൾ ഈ ഐറ്റം നമുക്ക് തന്നയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചതാണ്. ഇതിൻ്റെ പേര് ഒബ്ബട്ട് എന്നാണ്. അപ്പോൾ അത് ചെയ്യുന്നത് ഫസ്റ്റ് ഇവർ ഈ കടലപ്പരിപ്പും ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മളതിനെ പ്രഷർ കുക്കറിൽ വിസിലടിപ്പിക്കും. അതിന് ശേഷം ഈ തേങ്ങ, ശർക്കരയൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റഫിങ് ഉണ്ടാക്കി വെക്കുക കേട്ടോ ചെയ്യണത്. അതിന് ശേഷം പിന്നെ മൈദ കുഴച്ചിട്ട് മാവ് പോലെ ആക്കി ഇത് രണ്ടും കൂടി ആ മൈദയുടെ ഉള്ളിൽ മറ്റേ ഈ കടലപ്പരിപ്പെല്ലാം വേവിച്ച ആ സംഭവം ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തണം. അതിൽ ഇനിയും കുറേ പ്രൊസീജിയർ ഉണ്ട്. എണ്ണയൊക്കെ ആക്കി നല്ല നീറ്റാക്കി കിട്ടും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ സ്റ്റഫിംഗ് ആണ് ഈ കാണുന്നത്. ആ കടലപ്പരിപ്പും പിന്നെ തേങ്ങയും അതുപോലെ മധുരത്തിനായിട്ട് ശർക്കര ചേർക്കുന്നുണ്ടാവും. അപ്പോൾ അത് പിന്നെ ഏലക്കാപ്പൊടി അങ്ങനെയൊക്കെ ചേർക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ ആ സ്റ്റഫിങ് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ ചപ്പാത്തി പോലെ പരത്തുമ്പോൾ പിന്നെ നമ്മൾ എണ്ണയിലിട്ടിട്ട് നമ്മൾ ചപ്പാത്തി ചൂടണ പോലെ അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ചെറിയൊരു വ്ളോഗാണ്. എന്താണെങ്കിലും വരമഹാലക്ഷ്മിയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ബാംഗ്ലൂർ വന്നുകൊണ്ട് എനിക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി. അതിൽ ഞാൻ ദേവിയോട് നന്ദി പറയുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് എല്ലാം കാണണേ.